പാറക്കളയെ ഒന്ന് വീശു മാറ്റി ഇപ്പോൾ പുതുപ്പുള്ളിയിലോട് തിരിയിരിക്കുകയാണ്. തിരിച്ചു പോയി വീശൂടെ വീശുകയാണ്. രഞ്ജിത്താ സൈഡ് കൂടി വേണം, അതെടുത്ത് കളയണം. പോണം അപ്പോഴെല്ലാം തല വിടാം കേട്ടോ. നമ്മളവിടെ നിന്നൊരു പയ്യൻ്റെ വീഡിയോ എടുക്കാൻ കൊടുത്തതാണ്. ഗോപ്രോയിൻ്റെ എടുത്തപ്പോൾ ടൈം ലാപ്സറായിപ്പോയി. അപ്പോൾ അത് ഭയങ്കര സ്പീഡിലാണ് വീഡിയോ ഓടുന്നത്. നമ്മളത് മാക്സിമം സ്ലോ ചെയ്താണ് എടുത്തേക്കുന്നത്. വല വീശി ചെറിയൊരു തട്ടും മുട്ടുമൊക്കെ ഉണ്ടായിരുന്നു. കൂട്ടമായിട്ടുള്ള മീനാണെന്ന് മനസ്സിലായി. പുല്ലനാവും പൊക്കി വല നിറച്ചും പുല്ലൻ. അടിപൊളി നല്ലൊരു വീഡിയോ ആയിരുന്നു. പക്ഷേ ടൈം ലാപ്സിലായി പോയോണ്ടാണ്. പക്ഷെ പുല്ലൻ നല്ല സൈസ് പുല്ലൻ. നമ്മുടെ വലയെന്ന് പറയുന്നത് 50 സൈസ് കണ്ണ്. അപ്പം ചെറിയ മീനൊക്കെ ഇറങ്ങിപ്പോവും. അത്യാവശ്യം നല്ല വലുപ്പമുള്ള പുല്ലൻ മാത്രമേ കിട്ടത്തുള്ളൂ. ഇപ്പം പുല്ലൻ മുട്ടയിട്ട് ഇറങ്ങുവാണ്. ഒരു പുല്ലനും മുട്ടയില്ല. അതിൻ്റെ ആ വയറിൻ്റെ ഭാഗം ചുമന്നിരിക്കുന്നുണ്ട് ചാടുന്ന പുല്ലൻ്റെ. അത് മുട്ടയിട്ട് കഴിഞ്ഞ് മീൻ ഇറങ്ങി പോവാണ്. ഈ മീൻ ഊത്ത സമയത്ത് കയറി മുകളിലോട്ട് കയറി വരും. കായലിൽ നിന്ന് ആറ്റിലോട്ട് കയറി കണ്ടത്തിലോട്ട് കയറുന്നത് മുട്ടയിടാനാണ്. മുട്ടയിട്ട് കഴിഞ്ഞ് ഈ മീൻ ഇറങ്ങിപ്പോവും. പിന്നെ തിരിച്ച് കായലിലോട്ട് പോകും. ചിലതൊക്കെ ആറ്റിലും തോട്ടിലും ഒക്കെ നിൽക്കും. അവിടെ നിന്ന് ചേട്ടന്മാരൊക്കെ കൂടി സഹായിച്ച് നമുക്ക് കിട്ടിയ മീൻ നമ്മൾ ബക്കറ്റിലോട്ടാകുവാണ്. മുഴുത്ത പുലനായിട്ട് തന്നെ 2 എണ്ണം വെക്കുമ്പോൾ 1 കിലോ ആകും. അല്ലെ 3 എണ്ണം കഷ്ടി വെച്ചാൽ മതി. അതുപോലെ സൈസ് പുലനാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. നമ്മളെല്ലാം ബക്കറ്റിലോട്ടാക്കി ഇനി അതിനെ കുടവലയിലോട്ടാക്കണം. ഞാനിത് അതിൻ്റെ അകത്തൊരു രോഹുവിൻ്റെ കുഞ്ഞുണ്ടായിരുന്നു. അപ്പം നമ്മളവിടെ നിന്ന് ചേട്ടനോടൊന്ന് അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാൻ പറഞ്ഞാൽ വിശദീകരിക്കുകയാണ്. പക്ഷേ അത് വലിയ നിർഭാഗ്യവശാൽ ടൈം ലാപ്സിൽ ഓടിയതുകൊണ്ട് നമുക്ക് കിട്ടാതെ പോയി. പിന്നെ ഇനി നമ്മളടുത്ത വീഡിയോയിൽ കൂടുതൽ വിശദീകരണമായിട്ട് വരുന്നതായിരിക്കും. പായലിറങ്ങാതിരിക്കാൻ നമുക്ക് കയറി കെട്ടുന്നുണ്ടായിരുന്നു. മല വീശാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ചേട്ടൻ ഇറങ്ങി നമ്മൾ ഞെടിയില്ലാത്ത സ്ഥലമാണ്. കയറ് കാട്ട് പായലിൽ ഒഴുക്കി വിടുന്ന ഒരു ഭാഗമാണ് കാണുന്നത്. അത്യാവശ്യം നല്ല ഒഴുക്കും എക്സ്പേർട്ടായിട്ടുള്ള ഒരാളാണ്. കയറ്റിൽ നിൽക്കുന്നുണ്ട്. നിലവിലുള്ളവർ നിൽക്കുന്നത് പക്ഷേ അവിടെ നല്ല താഴ്ചയാണ്. 2 നല്ല താഴ്ചയുള്ള സ്ഥലമാണ്. ഉണ്ടോ? ചെറിയൊരു ഉറക്കമുള്ളൂ. അതിന് കല്യാണം അതൊക്കെ അവിഞ്ഞിട്ട് കിട്ടിയതാണ്. ഓടി ഒഴുക്കത്തോടി നിങ്ങൾ കാണുമ്പം ഈ വലവീശെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏതാണ്ട് ചുമ്മാ ഒരു ഇതുപോലെ തോന്നാം. പക്ഷേ നിങ്ങൾ നോക്കി വല എടുക്കുന്നതിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ്. ഒരു മണിയാ കുടുങ്ങരുത്. എല്ലാം നീർത്തും പിടിച്ചും കുടഞ്ഞും നമ്മളെടുക്കുന്നത് നിങ്ങൾ കണ്ടോ. ഓരോ വലയുടെ മടക്കിടക്കുന്നതും കയ്യിലെടുക്കുന്നതും നടുക്ക് കിടക്കുന്നതും പുറകിൽ കിടക്കുന്നതും ഒരു അളവുണ്ട്. ആ അളവ് കറക്റ്റ് എടുക്കുമ്പോഴാണ് വല വീഴുന്നത്. മനസ്സിലാ എന്നാടാ നീ മറന്നില്ല. ആ തുമ്പൂടെ മാറിയാൽ മതി. ആ തുമ്പൂടെ മാറണം. നീ അതാകുമ്പോൾ അവിടെ ചെന്ന് വിട്ടാൽ വിളിച്ചാൽ മതി. ഉണ്ടോ? ഇല്ലേ ഉണ്ടല്ലോ അന്നേരം നീ പറഞ്ഞു. കഴിഞ്ഞ 6 ഒക്കെ
പിന്നെ മീനുണ്ടെന്ന് പറഞ്ഞു. മീൻ മറന്നില്ല. അല്ലേ പറഞ്ഞു മീൻ പിന്നെ ഇത്ര മറന്നു. അതത്രയും ചെറിയ കണ്ണൂരാണെങ്കിൽ ന്യായമായിട്ട് കിട്ടും. ഇത് കണ്ടോ, നിങ്ങൾ നോക്കിയേ. ഇതാണ് ഞങ്ങൾ ഈ പറയുന്ന മീൻ പ്രസവിച്ചു എന്ന് പറയുന്നത്. കണ്ടോ, ഇപ്പം മുട്ട ഇട്ടതേ ഉള്ളൂ. അതുകൊണ്ടാണ് അതിന് ചോരയൊക്കെ വരുന്നത്. ഇത് നേരത്തെ മുട്ട ഇട്ടത് വളഞ്ഞിരിക്കുന്നുണ്ട്. ഇതാ അടിയോ അങ്ങനെ കണ്ടോ, ഇതെല്ലാം ചോര. ഇതിപ്പോൾ ഇട്ടതും ഇത് നേരത്തെ ഇട്ടതും. അതാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ആളില്ലാത്ത നമുക്ക്. ഒരു ആർക്കാ പുല്ലം വേണ്ടോ? പുല്ല 100 രൂപ. 100 വലുത്. ഓ മുല്ലം പറിക്കുക. മുല്ലം പറിക്കും. ഏത് പിടിക്കും? പെറുക്കി പുള്ളി പാടാ. അതൊന്നും പോകത്തില്ല. നമ്മൾ വീശുക ലൈവായിട്ട് മേടിക്കാൻ ആൾക്കാർ നിൽപ്പുണ്ട്. നമ്മൾ അവരോടൊന്നും ചോദിക്കണ്ട. അവർക്ക് പിന്നെ മീൻ മേടിക്കാൻ തന്നെ വന്നിരിക്കുന്നവരായി കാണുന്നില്ല. വീശുന്ന ഞങ്ങൾ 4 പേരേ ഉള്ളൂ. ഇത് മീനിടിച്ച് വല കീറി പോയതാണ്. പിന്നെ ഞങ്ങൾ പിന്നെ അവിടെ തന്നെ വെച്ച് തയ്ച്ച് വീണ്ടും വീശാൻ വേണ്ടി റെഡിയാക്കുന്നതായിരിക്കും. ഇവിടെ അറ്റാച്ച് രാത്രി ഒറ്റ രാത്രി കൊണ്ട് മണി കളച്ച് വിരോധം രാവിലെ ജല വീശുക രാത്രി വീട്ടേക്ക് ഇല്ലടാ. ഞങ്ങൾ കെട്ടിക്കഴിഞ്ഞ് ഇപ്പോൾ വീശുവാണ്. അപ്പോൾ ഞങ്ങൾ സുഹൃത്തുക്കളവിടെ വീശുന്നുണ്ട്. അവർക്കിപ്പോൾ മീൻ കിട്ടും. ഇത് മൊത്തം കിട്ടത്തില്ല, മൊത്തം പോരിക്കുകയാണ്. പിടിക്കുന്ന കാണിക്കുക. എന്നിട്ട് മറ്റേ നമുക്ക് ഒരു വീശി ഒരു സിലോപ്പിയ കിട്ടിയേക്കാണ്. ചേർന്ന് പിടിക്കും. ഒരു അടിപൊളി സിലോപ്പിയ വീശി കിട്ടിയേക്കാണ്. 2 എണ്ണം ഉണ്ട്. ഒരെണ്ണം നല്ല സൈസ് സാധനമാണ്. നമ്മൾ വല വേറെ അടയിൽ ഏൽപ്പിച്ചിരിക്കുക. നമ്മുടെ ഒരു സഹോദരനാണ്. നല്ല നല്ല പറപ്പൻ സിലോപ്പിയ. ഇതിൻ്റെ മുള്ളു കൊണ്ടാൽ നമ്മുടെ അത്ത ഇടേണ്ടത് കൊണ്ടോ ഇത് കൊണ്ടോ. ഇതിൻ്റെ മുള്ളു കൊണ്ടുള്ള പ്രശ്നം ഇതാണ്. പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇതാണ് ബക്കറ്റ് കിട്ടും അല്ലേ? മുള്ളു മറ്റേ പേര് ചെറുതോടിയുണ്ട്. കൈ മുള്ളുള്ളല്ലേ ചേട്ടാ. ഇത് കണ്ടോ എത്ര സ്ഥലം മുറിഞ്ഞേക്കെന്ന് നോക്കി. ചെറുതായിട്ടൊന്ന് നമ്മളെ ടച്ച് ചെയ്ത് കൊടുക്കും. ഇത് നമ്മൾ ചാകാതിരിക്കാൻ നമ്മളെ കുടവലയ്ക്കകത്താണ് വരുന്നത്. നിങ്ങൾ നോക്കിയേ. പെട്ടെന്ന് ചോര വരുന്നുണ്ട്. ഇത്രയും കീറിക്കില്ല. കാരണം